ഇരിങ്ങാലക്കുടയിൽ പെട്രോൾ പമ്പ് ജീവനക്കാരന്റെ ആക്രമണത്തിൽ മധ്യവയസ്കന് തലയ്ക്ക് പരിക്കേറ്റു. വാഹനങ്ങളുടെ മുൻപിലേക്ക് വാഹനം കയറ്റിയിട്ടതിൽ പ്രകോപിതനായാണ് ആക്രമണം. ജില്ലയിൽ വന്യമൃഗാക്രമണങ്ങൾ പതിവാകുന്നു. പാലപ്പള്ളിയിൽ പുലിയിറങ്ങി പശുവിനെ ആക്രമിച്ചു. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷന് സമീപം വീണ്ടും കാട്ടാനയെത്തി. ജില്ലയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 3 മരണം. വടക്കാഞ്ചേരി ഊട്ടുപാറയിൽ സ്വകാര്യ ബസ് ഇടിച്ച് കാൽനട യാത്രികനായ വയോധികൻ മരിച്ചു. ശ്രീനാരായണപുരം അഞ്ചങ്ങാടിയിൽ ടിപ്പർ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് +2 വിദ്യാർത്ഥിയും നെല്ലുവായിൽ ഓട്ടോറിക്ഷ ഇടിച്ച് വഴിയാത്രക്കാരനും മരിച്ചു. വലിയക്കര ടോൾ പ്ലാസയിലെ ശുചിമുറി മാലിന്യം പാടത്തേക്കൊഴുക്കുന്നു. കണ്ണടച്ച് അധികൃതർ. ചാവക്കാട് വടക്കാഞ്ചേരി റോഡിന്റെ ചാട്ടുകുളം മുതൽ ചാവക്കാട് വരെയുള്ള റോഡ് വീതി കൂട്ടാൻ തീരുമാനം. അമ്മിയൂരിലെ ഫ്ളൈ ഓവർ നിർമ്മാണം വേഗത്തിലാക്കുവാനും MLAയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ തീരുമാനം. ഭരണത്തിന്റെ ഗുണഫലങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കൊടുങ്ങല്ലൂരിൽ നടന്ന അദാലത്തിൽ 10 പട്ടയങ്ങൾ കൈമാറി. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. ഇരിങ്ങാലക്കുടയിൽ പെട്രോൾ പമ്പ് ജീവനക്കാരന്റെ ആക്രമണത്തിൽ മധ്യവയസ്കന് തലയ്ക്ക് പരിക്കേറ്റു. ഇരിങ്ങാലക്കുട കാട്ടൂർ റോഡിൽ അവറാൻ പെട്രോൾ പമ്പിൽ ഗ്യാസ് നിറയ്ക്കാൻ വാഹനവുമായി എത്തിയ തൊമ്മാന വീട്ടിൽ ഷാൻഡോയ്ക്കാണ് അലുമിനിയം പൈപ്പ് കൊണ്ട് തലക്കടിയേറ്റത്. ഏറെ നേരം കാത്തുനിന്നിട്ടും വാഹനത്തിൽ ഗ്യാസ് നിറയ്ക്കാത്തതിനെ തുടർന്ന് ഷാൻഡോ മറ്റു വാഹനങ്ങളുടെ മുൻപിലേക്ക് വണ്ടി കയറ്റിയിട്ടതിൽ പ്രകോപിതനായ പമ്പ് ജീവനക്കാരൻ മതിലകം കോളിമുട്ടം സ്വദേശി കിള്ളിക്കുളങ്ങര സജീവൻ ഷാൻഡോയുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു. തർക്കത്തിനിടെ അലുമിനിയം കമ്പി കൊണ്ട് ജീവനക്കാരനായ സജീവൻ ഷാൻഡോയുടെ തലയിൽ അടിക്കുകയായിരുന്നു. ഏറെ നേരം രക്തം വാർന്നിട്ടും ഷാൻഡോയെ ആശുപത്രിയിൽ എത്തിക്കാനോ ജീവനക്കാരനെ തടയാനോ ആരും ശ്രമിച്ചില്ല. മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളിയെ വിവരമറിയിച്ചതിനെ തുടർന്ന് അദ്ദേഹം എത്തി പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പരിക്കേറ്റ ഷാൻഡോയെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സജീവനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. TCV ന്യൂസ് ഇരിങ്ങാലക്കുട. പാലപ്പള്ളി വലിയകുളത്ത് തുടർച്ചയായി 2ാം ദിവസവും വീട്ടുമുറ്റത്ത് പുലിയിറങ്ങി പശുവിനെ ആക്രമിച്ചു. മേലേമണ്ണിൽ കബീറിന്റെ പാടിക്ക് പുറകിലാണ് പുലിയെത്തി കെട്ടിയിട്ട പശുവിനെ ആക്രമിച്ചത്. ഞായറാഴ്ച രാത്രി 7 മണിയോടെയായിരുന്നു സംഭവം. പശുക്കളുടെ ശബ്ദം കേട്ടെത്തിയപ്പോൾ പുലി പശുവിനെ ആക്രമിക്കുന്നതാണ് വീട്ടുകാർ കണ്ടത്. വീട്ടുകാർ ഒച്ചവെച്ചപ്പോൾ ഓടിപ്പോയ പുലി സമീപത്ത് പതുങ്ങി നിൽക്കുകയായിരുന്നു. പിന്നീട് പടക്കം പൊട്ടിച്ചാണ് നാട്ടുകാർ പുലിയെ ഓടിച്ചത്. പാലപ്പള്ളി ഫോറസ്റ്റ് റേഞ്ചിലെ വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. വെള്ളിയാഴ്ച പുലർച്ചെയും പുലിയെത്തി ഇവരുടെ പശുക്കുട്ടിയെ കൊന്നിരുന്നു. തുടർച്ചയായി പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചതോടെ തോട്ടം തൊഴിലാളികൾ ഭീതിയിലാണ്. 2 ദിവസം മുൻപ് പാലപ്പള്ളി പുതുക്കാട് എസ്റ്റേറ്റിന് സമീപത്തെ പാടിയിൽ പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നിരുന്നു. ഇവിടെ പുലിയെ കണ്ടെത്തുന്നതിനായി വനംവകുപ്പ് ട്രാപ്പ് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. പാലപ്പള്ളി മേഖലയിൽ പലയിടത്തായി പുലിയിറങ്ങി ഭീതി പരത്തിയതോടെ പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്ന് നാട്ടുകാരും മലയോര കർഷക സംരക്ഷണ സമിതി പ്രവർത്തകരും ആവശ്യപ്പെട്ടു. ഇന്നലെ ഞങ്ങൾ ചേട്ടാ കല്യാണത്തിന് പോയി വരുമ്പോഴാണ് ഈ സംഭവം കാണുന്നത് തന്നെ. കാരണം വെച്ചാൽ വീട്ടിൽ വന്ന് വണ്ടി വെച്ച് നോക്കുമ്പോഴാണ് പുറകിന്ന് മറ്റേ പശുക്കുട്ടിക്ക് ഭയങ്കര കരച്ചിൽ. അപ്പോഴത്തേനും എൻ്റെ ഭാര്യ അടുത്ത് പറഞ്ഞു പുലി വന്നിട്ടുണ്ട് തോന്നുന്നു, ഇതിന്ന് പോയിട്ട് ലൈറ്റ് ഇടേണ്ടിന്ന് പറഞ്ഞു. ലൈറ്റ് ഇട്ടപ്പോഴത്തേനും അത് ചാടി ഈ അപ്പുറത്തേക്ക് പോയി. അപ്പോൾ ഞാൻ ഇവിടുന്ന് വാതിൽ തുറന്ന് ഹെഡ്ലൈറ്റൊക്കെ എടുത്ത് അടിച്ച് നോക്കി. അപ്പോൾ ആ വഴിയിൽ അവിടെ മുകളിൽ കിടക്കുന്നു കണ്ടു. ഇതിപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് ചേട്ടാ വീട്ടിൽ സംഭവിക്കുന്നത്. അപ്പം ഞങ്ങൾ അന്ന് വന്നതിൻ്റെ ശേഷം പുറത്തെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിൽ ഒരു കൂട് സ്ഥാപിക്കാൻ. അപ്പോൾ അവരൊന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. കാരണം ഇതിനെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ നിങ്ങൾ വേണ്ടപ്പെട്ട മെമ്പറെ കണ്ടിട്ട് മെമ്പറെ അടുത്ത് സംസാരിച്ച് അവരെ കഴിഞ്ഞ ഒരു അപേക്ഷ മേടിച്ചിട്ട് എഴുതിയിട്ട് കൊണ്ട് കൊടുക്കാനാണ് അവർ പറയണത്. അപ്പോഴാണ് DFOക്ക് അവർ എഴുതി കൊടുക്കണം അപേക്ഷ ആയിട്ട്. അപ്പോൾ അവർ അതിനുള്ള തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അതിരപ്പള്ളിയിൽ പോലീസ് സ്റ്റേഷന് സമീപം വീണ്ടും കാട്ടാന ഇറങ്ങി. ഈഴാറ്റുമുഖം ഗണപതിയാണ് പോലീസ് സ്റ്റേഷന് സമീപത്തെത്തിയത്. ട്രൈബൽ ഹോസ്റ്റലിലെ കവുങ്ങുകളും തെങ്ങുകളും ആന മറിച്ചിട്ടു. പോലീസുകാർ ബഹളം വെച്ചാണ് ആനയെ തുരത്തിയത്. സമീപ ദിവസങ്ങളിൽ മേഖലയിൽ കാട്ടാന ശല്യം പതിവായിരിക്കുകയാണ്. ഓട്ടുപാറ സെന്ററിൽ സ്വകാര്യ ബസ്സിടിച്ച് കാൽനട യാത്രികനായ വയോധികൻ മരിച്ചു. കുമരനെല്ലൂർ സ്വദേശി പുത്തൻവീട്ടിൽ 92 വയസ്സുള്ള രാമനാണ് മരിച്ചത്. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാനപാതയിൽ ഓട്ടുപാറ ബസ് സ്റ്റാൻഡിന് സമീപത്താണ് അപകടം നടന്നത്. ഷൊർണൂർ ഭാഗത്തു നിന്നും വടക്കാഞ്ചേരി ഭാഗത്തേക്ക് സഞ്ചരിച്ചിരുന്ന സ്വകാര്യ ബസ് ടോറസ് ലോറിയെ മറികടക്കുന്നതിനിടയിൽ കാൽനട യാത്രികനെ ഇടിക്കുകയായിരുന്നു. ഉടൻ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടമുണ്ടാക്കിയ സ്വകാര്യ ബസും ബസ് ജീവനക്കാരനെയും വടക്കാഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബസ് അമിത വേഗതയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ശ്രീനാരായണപുരം കാര അഞ്ചങ്ങാടിയിൽ ടിപ്പർ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികനായ +2 വിദ്യാർത്ഥി മരിച്ചു. കയ്പമംഗലം സ്വദേശി മണലിൽ വീട്ടിൽ അൻസറിന്റെ മകൻ 17 വയസ്സുള്ള അഫ്നാനാണ് മരിച്ചത്.
വെസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ അഞ്ചങ്ങാടി ബസ് സ്റ്റോപ്പിന് മുൻപിലായിരുന്നു അപകടം. ടിപ്പർ ലോറിയുടെ പുറകിൽ സ്കൂട്ടർ ഇടിച്ചായിരുന്നു അപകടം. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അഫ്നാന്റെ കൂടെ സ്കൂട്ടറിലുണ്ടായിരുന്ന കൂളിമുട്ടം സ്വദേശി കൂട്ടുങ്ങൽ വീട്ടിൽ നെസ്മൽ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. മതിലകം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. എരുമപ്പെട്ടി നെല്ലുവായിൽ ഓട്ടോറിക്ഷയിടിച്ച് വഴിയാത്രക്കാരൻ മരിച്ചു. മുണ്ടൻകോട് റോഡിൽ നെല്ലുവായി വടക്കുമുറി വീട്ടിൽ 73 വയസ്സുള്ള ബാലനാണ് മരിച്ചത്. റോഡരികിലൂടെ നടന്നുവരികയായിരുന്ന ബാലന്റെ പുറകിൽ ഓട്ടോറിക്ഷ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ ബാലനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൂടുതൽ വിവരങ്ങളുമായി റഷീദ് ചേരുന്നു. റഷീദ്, നൽകാൻ കഴിയുന്ന വിശദാംശങ്ങൾ. ഈ ബാലന്റെ മൃതദേഹം ഇപ്പോൾ മുളങ്ങുത്തുകാൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 7 മണിയോട് കൂടിയാണ് അപകടമുണ്ടായത്. നെല്ലുവായി മുണ്ടങ്കോട് റോഡിലാണ് ഈ ബാലൻ താമസിക്കുന്നത്. ബാലൻ മങ്ങാട് സെൻട്രലിൽ നിന്ന്, അതായത് വടക്കാഞ്ചേരി ഭാഗത്തു നിന്നും നടന്നു വരികയായിരുന്നു. ഈ പുറകിൽ വന്നിരുന്ന ഓട്ടോറിക്ഷയാണ് ബാലനെ ഇടിച്ചു തെറിപ്പിച്ചത്. ഈ ഓട്ടോറിക്ഷ മുന്നിൽ പോവുകയായിരുന്ന ബസ്സിന് മറികടക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഈ ഓട്ടോറിക്ഷ മങ്ങാട് പാർക്കിൽ ഓടുന്ന ഓട്ടോറിക്ഷയാണ്. ഈ ബസ്സിന് മറികടക്കുന്നതിനിടയിൽ ബാലനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഇതിപ്പോ 3ാമത്തെ അപകടമാണ് ഇന്ന് എരുമപ്പെട്ടിയിൽ ഉണ്ടായിട്ടുള്ളത്. ഇന്ന് എരുമപ്പെട്ടി പള്ളിക്ക് സമീപം 2 അപകടം സമാന രീതിയിൽ ഉണ്ടായി. പക്ഷെ ആർക്കും പരിക്കുകളൊന്നും ഉണ്ടായിട്ടില്ല. ഈ വാഹനങ്ങളുടെ അമിത വേഗതയാണ് ഈ മേഖലയിൽ ഇത്തരം അപകടങ്ങൾക്ക് ഇടയാക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ റഷീദ്. എരുമപ്പെട്ടി നെല്ലുവായിൽ ഓട്ടോറിക്ഷ ഇടിച്ച് വഴിയാത്രക്കാരൻ മരിച്ചു. കൂടുതൽ വിശദാംശങ്ങൾ നമ്മോട് പങ്കുവച്ചത് TCV പ്രതിനിധി റഷീദ് എരുമപ്പെട്ടി. പാലിയേക്കര ടോൾ പ്ലാസയിലെ ശുചിമുറി മാലിന്യം പാടത്തേക്ക് ഒഴുക്കി. അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് നാട്ടുകാർ. ടോൾ പ്ലാസയിലെ പൊതു ശൗചാലയത്തിലെ ശുചിമുറി മാലിന്യമാണ് കാനയിലേക്ക് ഒഴുക്കുന്നത്. സംഭവമറിഞ്ഞ് നാട്ടുകാർ എത്തിയതോടെ മാലിന്യം പുറത്തേക്ക് ഒഴുക്കുന്നത് നിർത്തിവെച്ചു. മാസങ്ങളായി ഇത്തരത്തിൽ മാലിന്യം പാടത്തേക്ക് ഒഴുക്കിവിടുന്നത് മൂലം പ്രദേശത്തെ കിണറുകൾ മലിനമായതായി നാട്ടുകാർ പറഞ്ഞു. ജനങ്ങളെ ദ്രോഹിക്കുന്ന ടോൾ അധികൃതരുടെ നിലപാടിനെതിരെ നടപടിയെടുക്കണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ആരും ചെവി കൊണ്ടില്ലെന്ന് പഞ്ചായത്ത് അംഗം രാജേഷ് കുമാർ പറഞ്ഞു. സെപ്റ്റി ടാങ്കിന്റെ മാലിന്യങ്ങൾ ഔട്ടർ തുറന്നു വയ്ക്കുക, ഈ ഇതിലേക്ക് ഒഴുക്കി നമ്മുടെ പാടത്തേക്ക് വിടും, കാനയിലേക്ക് വിടും. അപ്പോൾ ഈ പാടത്തേക്ക് കൂടി വന്നിട്ട് നമ്മുടെ സൈഡിലുള്ള കിണറ്റിലുള്ള വെള്ളങ്ങൾ മലിനമാണ്. ഇത് ഇന്ന് വരെ പറഞ്ഞിട്ട് ഒരാളും അധികാരികളും ഒന്നും ഇതിനെക്കുറിച്ച് ശ്രദ്ധ കൊടുക്കാനോ അതിനന്വേഷിക്കാനോ നേരില്ല. ഈ ജനങ്ങളെ ദ്രോഹിക്കുന്ന പരിപാടിക്ക് നമ്മൾ മുന്നോട്ട് നിൽക്കാൻ നമുക്ക് കഴിയില്ല. പാടത്തേക്ക് ഒഴുക്കുന്ന മാലിന്യം കാനകളിലൂടെ മണലിപ്പുഴയിലാണ് എത്തുന്നത്. പാടത്തിന്റെ ഓരത്ത് താമസിക്കുന്നവരാണ് ഏറെ ദുരിതം അനുഭവിക്കുന്നത്. പാടത്തിന്റെ പല ഭാഗങ്ങളിലായി കെട്ടിക്കിടക്കുന്ന മലിനജലം കിണറുകളിൽ കലരുന്നതായി നാട്ടുകാർ പറയുന്നു. ഇത്തരത്തിൽ ശുചിമുറി മാലിന്യം പുറത്തേക്ക് ഒഴുക്കുന്നത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും എടുത്തില്ലെന്ന് ആക്ഷേപമുണ്ട്. നെന്മണിക്കര പഞ്ചായത്ത് അംഗം രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ സ്ഥലത്തെത്തി ടോൾ കമ്പനിക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, പുതുക്കാട്. ഗുരുവായൂർ മണ്ഡലത്തിലെ ചാവക്കാട് വടക്കാഞ്ചേരി റോഡിന്റെ ചാട്ടുകുളം മുതൽ ചാവക്കാട് വരെയുള്ള റോഡ് വീതി കൂട്ടും. മമ്മിയൂരിൽ ഫ്ലൈഓവർ നിർമ്മാണം വേഗത്തിലാക്കുവാനും MLAയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ തീരുമാനമായി. ചാവക്കാട് മുതൽ ചാട്ടുകുളം വരെയുള്ള 5.875 കിലോമീറ്റർ റോഡ് വീതി കൂട്ടുന്നത് സംബന്ധിച്ചും മമ്മിയൂരിൽ ഫ്ലൈഓവർ നിർമ്മിക്കുന്നത് സംബന്ധിച്ചും വിവിധ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ യോഗം ഗുരുവായൂർ MLA NK അക്ബറിന്റെ അധ്യക്ഷതയിൽ ചാവക്കാട് ചേർന്നു. ചാവക്കാട് മുതൽ ചാട്ടുകുളം വരെ വരുന്ന സംസ്ഥാന പാത വളരെ വീതി കുറഞ്ഞതാണ്. ഈ വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് ചാട്ടുകുളം ചാവക്കാട് റോഡ് വീതി കൂട്ടുന്നതിനും മമ്മിയൂർ ഫ്ലൈഓവർ നിർമ്മിക്കുന്നതിനും പ്രാഥമിക അംഗീകാരം നൽകിയിട്ടുള്ളത്. 22 മീറ്ററിൽ 4 വരിയായാണ് ചാട്ടുകുളം മുതൽ ചാവക്കാട് വരെ വീതി കൂട്ടുന്നത്. ഇതിന്റെ ഭാഗമായി സർവേ നടപടികൾ പൂർത്തിയാക്കിയിട്ടുള്ളതാണ്. കല്ലിടൽ നടപടികൾ ആരംഭിക്കുന്നതിനും മമ്മിയൂർ ഫ്ലൈഓവർ നിർമ്മാണത്തിന് സ്ഥലം ഏറ്റെടുക്കുന്നതിനും യോഗത്തിൽ ധാരണയായി. ഇത് സംബന്ധിച്ച സ്ഥലം ഉടമകളുടെ യോഗം ജനുവരി ആദ്യവാരത്തിൽ ഗുരുവായൂർ ചാവക്കാട് നഗരസഭകളിലായി നടത്തുവാൻ തീരുമാനിച്ചു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, ചാവക്കാട്. സർക്കാർ തീരുമാനങ്ങളുടെ കാതൽ എന്താണെന്ന് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥർക്കുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയും ഭരണത്തിന്റെ ഗുണഫലങ്ങൾ സാധാരണക്കാർക്ക് പ്രാപ്യമാക്കുകയും ചെയ്യുകയാണ് അദാലത്തുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് റവന്യൂ മന്ത്രി K രാജൻ പറഞ്ഞു. കരുതലും കൈത്താങ്ങും കൊടുങ്ങല്ലൂർ താലൂക്ക് തല അദാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കടൽ പുറമ്പോക്കിലെ കടലിന്റെ ഉയർന്ന തിരമാലയിൽ നിന്നും 3.017 മീറ്ററിന് അകത്തുള്ള ഭൂമിക്ക് പട്ടയം കൊടുക്കാൻ നിയമ തടസ്സമുണ്ട്. എന്നാൽ അതിന് പുറത്തുള്ള ഭൂമിക്ക് പട്ടയം കൊടുക്കുന്നതിനെക്കുറിച്ച് ഉദ്യോഗസ്ഥർ പരിശോധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. പൊതുജന
പൊതുജനങ്ങൾക്ക് ലഭിക്കേണ്ട സേവനങ്ങൾ സമയബന്ധിതമായി ലഭിക്കണമെന്ന് സർക്കാരിന് നിർബന്ധമുണ്ടെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. കൊടുങ്ങല്ലൂർ നഗരസഭ ടൗൺ ഹാളിൽ നടത്തിയ അദാലത്തിൽ ഉദ്ഘാടന വേളയിൽ 11 റേഷൻ കാർഡുകളും 10 പട്ടയങ്ങളും മന്ത്രിമാരും MLA-മാരും ചേർന്ന് വിതരണം ചെയ്തു. BR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. ED ടൈസൺ MLA, കൊടുങ്ങല്ലൂർ നഗരസഭ മുനിസിപ്പൽ ചെയർപേഴ്സൺ TK ഗീത, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻറ്റി, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സബ് കളക്ടർ അഖിൽ ബി മേനോൻ തുടങ്ങിയവർ പങ്കെടുത്തു. അതിവേഗം ഒഴുകുന്ന ഒരു പുഴ പോലെ ഭരണ സംവിധാനത്തെ പൂർത്തിയാക്കുക എന്ന ലക്ഷ്യമാണ്. വെറും കൈയോടെ പരാതി പരിഹാര അദാലത്തിലെത്തിയ പത്മാവതിയും കുടുംബവും ഭൂ ഉടമകളായി മടങ്ങി. കൊടുങ്ങല്ലൂർ നഗരത്തിൽ തെക്കേനടയിലെ 2 സെന്റ് ഭൂമി ഇനി ഇവർക്ക് സ്വന്തം. 4 തലമുറകളായി തെക്കേനടയിലെ പുളിഞ്ചോട്ടിൽ താമസിക്കുന്ന കുടുംബത്തിന് പട്ടയം അനുവദിക്കാൻ റവന്യൂ മന്ത്രി K. രാജൻ ഉത്തരവിട്ടു. കുണ്ടൂർ വീട്ടിൽ പരാതിയായ അമ്മിണി, സഹോദരി പത്മാവതി എന്നിവർ പട്ടയത്തിനായി പതിറ്റാണ്ടുകളായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയായിരുന്നു. ഭൂമി പതിച്ചു നൽകാൻ 2008 ഹൈക്കോടതി ഉത്തരവുണ്ടായെങ്കിലും ചുവപ്പുനാടയിൽ കുരുങ്ങി നടപടി 1.5 പതിറ്റാണ്ട് വൈകി. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 41-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി എത്തിയ റവന്യൂ മന്ത്രി പ്രശ്നം പരിഹരിക്കാമെന്ന് ഈ കുടുംബത്തിന് ഉറപ്പ് നൽകിയിരുന്നു. തുടർന്ന് മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ കൊടുങ്ങല്ലൂരിൽ നടന്ന അദാലത്തിൽ അപേക്ഷ പരിഗണിച്ച് ഇവർക്ക് പട്ടയം നൽകാൻ മന്ത്രി ഉത്തരവിടുകയായിരുന്നു. ഈ മാസം 31-നകം പത്മാവതി അമ്മിണിയുടെ കുടുംബത്തിനും ഭൂമി പതിച്ചു നൽകുമെന്ന് റവന്യൂ മന്ത്രി K. രാജൻ അറിയിച്ചു. കുറേ കൊല്ലങ്ങളായി. എന്നിട്ട് ഒരാൾ എന്തോ നല്ല നല്ല കാലം കൊണ്ടാണോ എന്തോ അറിഞ്ഞൂടാ, അദ്ദേഹം വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ വാങ്ങിച്ചു തരാമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒട്ടും വിഷമിക്കേണ്ട, ഇത് ഉറപ്പാണെന്ന് പറഞ്ഞാൽ പോയി. അദ്ദേഹം ഇന്ന് ഇവിടെ വരാൻ പറഞ്ഞു, പട്ടയം തരാമെന്ന് പറഞ്ഞു. ഈ 31-ാം തീയതിക്ക് അകത്ത് തരാമെന്ന് പറഞ്ഞു. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. കൊരട്ടി തിരുമുടിക്കുന്ന് 2 പേർക്ക് തേനീച്ചകളുടെ കുത്തേറ്റു. ഗാന്ധിഗ്രാമം ആശുപത്രി പരിസരത്ത് താമസിക്കുന്ന പോൾ, ബാബു എന്നിവർക്കാണ് തേനീച്ചയുടെ കുത്തേറ്റത്. ഇവരെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസവും 2 പേർക്ക് തേനീച്ച കുത്തേറ്റിരുന്നു. കാട്ടാക്കമ്പാൽ സ്റ്റൈൽ വീട്ടിൽ മോഷണശ്രമം. തലേക്കര സുരേന്ദ്രന്റെ വീട്ടിലാണ് മോഷണശ്രമം നടന്നത്. മോഷ്ടാവിന്റെ ദൃശ്യം വീട്ടിലെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. വീടിന്റെ പുറകുവശത്തെ വാതിൽ മോഷ്ടാവ് തുറക്കാൻ ശ്രമിക്കുന്നത് ക്യാമറയിൽ കാണാം. വിവസ്ത്രനായ മോഷ്ടാവിന്റെ കയ്യിൽ ടോർച്ചുണ്ട്. കുന്നംകുളം പോലീസിൽ പരാതി നൽകി. ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിന് സമീപം ആളില്ലാത്ത വീട്ടിൽ CCTV തകർത്ത് 3-അംഗ സംഘത്തിന്റെ മോഷണശ്രമം. പഴയടത്ത് മനയ്ക്കൽ ശങ്കരൻ നമ്പൂതിരിയുടെ വീട്ടിലാണ് മോഷണശ്രമം നടന്നത്. ഇവർ വിദേശത്താണ്. ടോർച്ചിന്റെ വെളിച്ചത്തിൽ ബാഗും കോട്ടും മുഖംമൂടിയും ഹെൽമറ്റും ധരിച്ചെത്തിയ 3-അംഗ സംഘമാണ് മോഷണശ്രമം നടത്തിയത്. വീടിന്റെ മുന്നിലെ CCTV ക്യാമറകൾ മോഷ്ടാക്കൾ തകർത്തു. ഈ മാസം 17-ാം തീയതി രാത്രി പടിഞ്ഞാട്ടുമുറി സെന്ററിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ മോഷണശ്രമം നടന്നിരുന്നു. ചേർപ്പ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. മാള പുത്തഞ്ചിറ മങ്കിടിയിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ച കേസിൽ മങ്കിടി സ്വദേശി കുര്യാപ്പള്ളി അഗസ്റ്റിനെ മാള SI CK സുരേഷ് അറസ്റ്റ് ചെയ്തു. പിണ്ടാണി സ്വദേശി അൻസലിന്റെ ബൈക്കാണ് നവംബർ 11-ാം തീയതി കോവിലകത്തും കുന്നിൽ നിന്ന് മോഷണം പോയത്. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ഉപയോഗശൂന്യമായി കിടന്നിരുന്ന കിണറിൽ അകപ്പെട്ടുപോയ പോത്തിനെ രക്ഷപ്പെടുത്തി. ചെറുതുരുത്തി കലാമണ്ഡലത്തിന് സമീപം ചേയിക്കൽ റോഡിന്റെ കൊങ്ങരത്തുടിയിൽ ജമ്പാറിന്റെ പോത്താണ് കിണറിൽ അകപ്പെട്ടത്. ഷൊർണൂരിൽ നിന്ന് അഗ്നിശമന സേനയെത്തി അതിസാഹസികമായി പോത്തിനെ കിണറ്റിൽ നിന്ന് കരയ്ക്ക് കയറ്റുകയായിരുന്നു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ B. രമേശ് ചന്ദ്ര, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ V. പ്രദീപ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ B. അനിൽകുമാർ, MB വിനീത്, MJ നിയാന്തു, KK ഇബ്രാഹിം എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. മകളുടെ വിവാഹത്തോടൊപ്പം 2 യുവതികളുടെ കൂടി വിവാഹം നടത്തി നൽകി പ്രവാസി. ചെറുതുരുത്തി പണിക്കശ്ശേരി കടവിൽ നസീർ ഖാൻ, റസീന എന്നിവരുടെ മകളായ നസറിന്റെയും നബീൽ എന്നിവരുടെയും വിവാഹത്തിന്റെ ഭാഗമായാണ് 2 യുവതികളുടെ കൂടി വിവാഹം നടത്തിക്കൊടുത്തത്. ചെറുതുരുത്തി നിവാസികളായ സുചിത്രയുടെയും പ്രവീണിന്റെയും പുതുശ്ശേരി സ്വദേശിനി ജന്നത്തുൽ ഫിർദൌസിന്റെയും മുഹമ്മദ് ഷഫീറിന്റെയും വിവാഹമാണ് ഒരേ വേദിയിൽ നടന്നത്. അതിലൂടെ കുട്ടികൾക്ക് 2 ജീവിതം കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സപ്പോർട്ടായിട്ട് എൻ്റെ ഫാമിലീൻ്റെ കൂടെ ഉണ്ടായിരുന്നു.
എൻ്റെ വൈഫ്, മക്കൾ, എൻ്റെ ബ്രദർ, പിന്നെ അളിയൻ, പെങ്ങന്മാർ, പിന്നെ മെയിനായിട്ടുള്ളത് എൻ്റെ കൂട്ടുകാർ എന്തിനൊപ്പത്തിനൊപ്പം ഉണ്ടായിരുന്നു. കാവ്യശിഖ തൃശൂരിന്റെയും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ പുസ്തക പ്രകാശനവും വൈലോപ്പള്ളി അനുസ്മരണവും പരിഷത്ത് ആസ്ഥാനത്ത് നടന്നു. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ സി രാഹുലിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു. പാലക്കാട് ഗവൺമെന്റ് മോഡൽ LP സ്കൂളിലെ വിദ്യാർത്ഥികൾ ചേർന്ന് പുസ്തകം ഏറ്റുവാങ്ങി. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് TV രാജു, ഗ്രന്ഥകർത്താവ് E ജിനൻ, KR ദർശന തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ ഡോക്ടർ സുഭാഷിണി മഹാദേവൻ അധ്യക്ഷത വഹിച്ചു. വർഗീസ് ആന്റണി, മനീഷ മുകേഷ് ലാൽ എന്നിവർ പ്രഭാഷണം നടത്തി. ജയറാം വാഴൂർ, ചാക്കോടി അന്തിക്കാട്, തിയോസി എന്നിവർ സംസാരിച്ചു. മോയൻ LP സ്കൂളിൽ നിന്നൊരു ഭാഗ്യമാണ്. ജനൻ മാഷയുടെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യാൻ സൗഭാഗ്യം ലഭിച്ചത് ഈ സ്കൂളിലെ കുട്ടികൾക്കാണ്. ജനൻ മാഷ് പാലക്കാട് വരുന്ന ഏത് സന്ദർഭത്തിലും നമ്മളുടെ സ്കൂളിലേക്ക് എത്തുക എന്നുള്ളത് പതിവാണ്. അപ്പോൾ അവിടെ കുട്ടികൾക്ക് എല്ലാവർക്കും പരിചയമാണ്. അവിടെ വന്നൊരു സമയത്താണ് സാറിൻ്റെ ഈ പുസ്തകം ചാറ്റി വന്ന കിറ്റി എന്ന് ഇപ്പോൾ പേരിട്ടുള്ള പുസ്തകം പേരിതാണ് ഇട്ടിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ചാറ്റി വന്ന പൂച്ച എന്നാണ് സാർ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞത്. കുട്ടികളെല്ലാവരും കൂടി ചേർന്നിട്ട് പറഞ്ഞു, സാറേ അതൊരു രസമില്ല സാറേ, പേര് മാറ്റാൻ പറ്റുമോ വെച്ചു. അങ്ങനെ കുട്ടികളുടെ ഒരു നിർദ്ദേശമായിരുന്നു ചാറ്റി വന്ന കിറ്റി എന്നാക്കാം എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തിലാണ് സാറിൻ്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ സംബന്ധിക്കാൻ പറ്റുക. പ്രകാശനത്തിന് ഞങ്ങളെ വിളിച്ചതിന് നല്ല സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ജിൻമാഷിനെ നേരത്തെ അറിയായിരുന്നു. ജിൻമാഷ് പാലക്കാട്ടിൽ വരുമ്പോൾ എപ്പോഴും ഞങ്ങളുടെ സ്കൂളിൽ കയറാൻ മറക്കാറേ ഇല്ല, എപ്പോഴും വരാറുണ്ട്. അപ്പം ഞങ്ങളാണ് ഈ ചാറ്റി എന്ന കിറ്റി എന്ന ഒരു ഈ പുസ്തകത്തിന് പേരിട്ടത്. ഭാവവും രാഗവും താളവും ചേരുമ്പോഴാണ് ഭാരതം പൂർണ്ണമാകുകയെന്നും നഷ്ടപ്പെടുന്ന ഭാരത സംസ്കാരം തിരിച്ചുപിടിക്കാൻ കഴിവുള്ളവരാണ് കലാകാരന്മാരെന്നും തിരക്കഥാകൃത്തും സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ സുനീഷ് വാർനാട് അഭിപ്രായപ്പെട്ടു. പേനകം ശ്രീ ഗുരുദേവ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ മൈതാനിയിൽ നടന്ന രണ്ടാമത് നാടകോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊച്ചിൻ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി PD ശോഭന അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്രതാരം സുനിൽ സുഗത, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം PK രാജൻ, സുനിൽ മാരാത്ത്, NITC മാനേജിംഗ് ഡയറക്ടർ PK മനോജ് കുമാർ, ബാലു വെങ്കടങ്ങ് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ രംഗചേതനയുടെ സഹകരണത്തോടെ ഭിന്നശേഷിക്കാരായ കൂട്ടുകാർ ചേർന്ന് അവതരിപ്പിച്ച അമ്മ അപ്പ എന്ന നാടകം അരങ്ങിലെത്തി. റെഡി. അപ്പൊ നിങ്ങൾ നേരത്തെ പിന്നെ പോന്ന് വന്ന് ആട്ടി ഓടിച്ചില്ലേ, അതുപോലെ ഒന്നുകൂടി. പുള്ളിപ്പുലി ആയിരിക്കല്ലേ. ചാവക്കാട് നഗരസഭയും സംയോജിത ശിശുവികസന വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച പൂത്തുമ്പി ഭിന്നശേഷി കലോത്സവം വർണ്ണാഭമായി. മ്ലാങ്ങാട് ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിൽ നടന്ന കലോത്സവം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. ICDS സൂപ്പർവൈസർ PV ദീപ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷാഹിന സലീം, PS അബ്ദുൾ റഷീദ്, ബുഷറ ലത്തീഫ്, അഡ്വക്കേറ്റ് AV മുഹമ്മദ് അൻവർ, പ്രസന്ന രണദവെ തുടങ്ങിയവർ സംസാരിച്ചു. നാട്ടുകൂട്ടായ്മയിൽ നാടകമൊരുക്കി പന്തല്ലൂർ ദേശം. നവരത്ന കലാസമിതിയുടെ 61ാം വാർഷികത്തോടനുബന്ധിച്ചാണ് നാട്ടുകൂട്ടായ്മയിൽ നാടകമൊരുങ്ങുന്നത്. പന്തല്ലൂർ സ്വദേശി KR അനീഷ് രാജ് രചിച്ച് RLV സുഭാഷ് പന്തല്ലൂർ സംവിധാനം ചെയ്യുന്ന വിളക്കുമരം എന്ന നാടകമാണ് ക്രിസ്തുമസ് പിറ്റേന്ന് അരങ്ങേറാൻ ഒരുങ്ങുന്നത്. അരങ്ങിലും അണിയറയിലും പ്രവർത്തിക്കുന്നത് പൂർണ്ണമായും പന്തല്ലൂർ നിവാസികളാണ് എന്നതാണ് ഈ നാടകത്തിന്റെ സവിശേഷത. ആഴ്ചകളായുള്ള പരിശീലനത്തിലൂടെ ഈ നാടകത്തെ അവിസ്മരണീയമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് നാടകപ്രേമികളായ ഒരു പറ്റം കലാകാരന്മാർ. പന്തല്ലൂർ നവരത്ന കലാസമിതി എന്ന ഇവിടുത്തെ കലാസമിതി തുടർച്ചയായ അനേക വർഷങ്ങളായി തന്നെ ഇവിടെ നാടക പാരമ്പര്യമുള്ളൊരു സമിതിയാണ്. ഇപ്രാവശ്യത്തെ ഒരുപാട് പുതുമകൾ ഈ പന്തല്ലൂർ നവരത്ന കലാസമിതിക്കുണ്ട്. നവരത്നയ്ക്ക് വേണ്ടി ആദ്യമായി ഒരു യവനിക തയ്ച്ചു തന്നിരിക്കുകയാണ് ശ്രീ രഘുനാഥ്. അതുപോലെ തന്നെ നവരത്നയ്ക്ക് വേണ്ടി ഈ വർഷം മുതൽ നവരത്നയുടേതായ ഒരു ഗാനം ഞങ്ങൾ പുതിയതായിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഈ വർഷം പുതിയ ഒരു നാടകവുമായി നവരത്ന അതിൻ്റെ 61ാമത് വാർഷികം ആഘോഷിക്കുകയാണ്. പന്തല്ലൂർ SNDP ഹാളിലും മുല്ലോർലി ക്ഷേത്ര ഊട്ടുപുരയിലുമായാണ് റിഹേഴ്സൽ. അമേച്ചർ നാടകങ്ങളിലൂടെ മികവ് തെളിയിച്ചവരാണ് അഭിനേതാക്കളിൽ പലരും. ഡോക്ടർ KP രഘുനാഥൻ,
സജേഷ് കുമാർ, ഉണ്ണികൃഷ്ണൻ പെരുമറത്ത്, KT രേഖ, KR രമ്യ, ദീപക് നാരായണൻ, KS ബൈജു, നക്ഷത്ര ബൈജു എന്നിവരാണ് അഭിനയിക്കുന്നത്. നാടകരചയിതാവ് അനീഷ് രാജും സംവിധായകനായ RLV സുഭാഷും ഇതിൽ വേഷമിടുന്നുണ്ട്. സജേഷ് കുമാർ കൺവീനറും ഉണ്ണികൃഷ്ണൻ പെരുമറത്ത് പ്രസിഡന്റും KR അനീഷ് രാജ് സെക്രട്ടറിയുമായ നവരത്ന കലാസമിതിയാണ് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി അരങ്ങേറുന്ന നാടകത്തിന് നേതൃത്വം നൽകുന്നത്. KR അരുൺ, സഞ്ജയ് നാരായണൻ എന്നിവർ ശബ്ദ നിയന്ത്രണവും തിലകൻ പുലക്കാട്ടുകര പ്രകാശ നിയന്ത്രണവും നിർവഹിക്കും. TCV ന്യൂസ്, കൊടകര. അട്ടപ്പാടിയിലെ ഗോത്രവൈദ്യം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ആദിമരുന്ന് ഗോഡ്സ് ഓൺ മെഡിസിൻ എന്ന ഡോക്യുഫിക്ഷൻ സിനിമയുടെ പൂജാകർമ്മം ഗുരുവായൂർ സായി മന്ദിരത്തിൽ നടന്നു. മൗനയോഗി സ്വാമി ഹരിനാരായണൻ ഭദ്രദീപം കൊളുത്തി. ഗോത്രഗായിക വടികിയമ്മ, രംഗസ്വാമി വൈദ്യർ, അജിത് ഷോളയൂർ, KP ഉദയൻ, ബാബുരാജ്, രവി ചങ്കത്ത് എന്നിവർ സംസാരിച്ചു. അട്ടപ്പാടിയിലെ ഗോത്രഭാഷാ സിനിമകളിലൂടെ ഏറെ ശ്രദ്ധേയനായി നിരവധി അംഗീകാരങ്ങൾ നേടിയ വിജീഷ് മണി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് മാധ്യമപ്രവർത്തകൻ അജിത് ഷോളയൂരാണ്. മുകേഷ് ലാൽ, ശിവാനി എന്നിവർ എഴുതിയ വരികൾക്ക് വിജീഷ് മണി സംഗീതം പകരുന്നു. ഗോത്ര വൈദ്യത്തെ കുറിച്ചിട്ടുള്ള ഒരു സിനിമയ്ക്ക് മല്ലീശ്വര 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 എമ്മെല്ല കാക്ക വേണം മല്ലീശ്വര. CPM മണലൂർ ഏരിയ സമ്മേളനം സമാപിച്ചു. പൊതുസമ്മേളനം SFI അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം TV ഹരിദാസൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുരളി പെരുന്നല്ലി, ഏരിയ സെക്രട്ടറി PA രമേശൻ, ജില്ലാ കമ്മിറ്റി അംഗം CK വിജയൻ, CPM പാവർട്ടി ലോക്കൽ സെക്രട്ടറി ബാബു ആന്റണി, VN സുർജിത്, CL ജോഷി, BG സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ്, അതിന്റെ അടിത്തറയിലാണ് ഈ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത്. പെരുമ്പിലാവ് കോട്ടൂൽക്കുന്നിലെ രാപ്പകൽ മണ്ണെടുപ്പ് നിയമവിരുദ്ധമെന്നും ഉടൻ നിർത്തിവെക്കണമെന്നും വെൽഫെയർ പാർട്ടി ആവശ്യപ്പെട്ടു. കോട്ടൂൽക്കുന്നിൽ നിന്നും മണ്ണെടുക്കുന്നതിന് ജിയോളജി വകുപ്പ് നൽകിയ അനുമതി ഉടൻ റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K അനീസ് സമരപ്രഖ്യാപനം ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ഷമീറ നാസർ, ട്രഷറർ ഹസീന സലീം, MN സലാഹുദ്ദീൻ, മുജീബ് പട്ടേൽ, നാസർ വില്ലന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ മുണ്ടൻകോട് ഗ്രാമത്തിൽ വീട് തകർന്നു വീണ് ദുരിതത്തിലായ വയോധികരായ സഹോദരന്മാർക്ക് യൂത്ത് കോൺഗ്രസ് വീട് നിർമ്മിച്ചു നൽകുന്നു. വ്യാഴാഴ്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്നേഹഭവനത്തിന്റെ കട്ടളവെപ്പ് കർമ്മം നിർവഹിക്കും. പഞ്ചായത്തിലെ 5-ാം വാർഡിലെ മുണ്ടൻകോട് ഗ്രാമവാസികളായ കാളിക്കുട്ടി എന്ന തങ്കയും സഹോദരി വത്സലയും താമസിച്ചിരുന്ന വീട് കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലായിരുന്നു. ആഴ്ചകൾക്ക് മുൻപ് വീട് പൂർണ്ണമായും നിലം പൊത്തി. പഞ്ചായത്ത് അധികൃതരും റവന്യൂ വകുപ്പും ഇവരെ സംരക്ഷിക്കുവാനോ വീട് നിർമ്മിച്ചു നൽകുവാനോ യാതൊരു നടപടിയും കൈക്കൊണ്ടില്ല. ഈ സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റി വീട് നിർമ്മിച്ചു നൽകാൻ മുന്നോട്ട് വന്നത്. 700 ആളുകൾ ഉൾപ്പെട്ടപ്പോ പോലും ആദ്യത്തെ 5 പേരിൽ ഉൾപ്പെടുന്ന ഈ തങ്കേച്ചീനെ ഒഴിവാക്കപ്പെടുകയാണ്. അപ്പൊ അതിന്റെ ഉള്ളിലത്തെ രാഷ്ട്രീയോ അല്ലെങ്കിൽ ഈ അവിടുത്തെ ജനപ്രതിനിധികൾ ഈ കുടുംബത്തിനോടുള്ള അകൽച്ചയോ നിരസോ അല്ലെങ്കിൽ ഇവരുടെ അറിവില്ലായ്മയോ എന്തായാലും അവര് അർഹത ഉണ്ടായിട്ടും പുറന്തള്ളപ്പെട്ടു പോയി. അവസാനം താമസിക്കുന്ന കുടില് എന്ന് പോലും പറയാൻ പറ്റാത്ത അത്ര മോശമായിരുന്നു ആ വീട്. അത് തകർന്ന് വീണിട്ടും ഒരു അടിയന്തര സഹായം എന്നുള്ള എനിക്ക് ഇവിടുത്തെ സംവിധാനങ്ങളോ അല്ലെങ്കിൽ റവന്യൂ സംവിധാനങ്ങളോ ഒരു 5 പൈസ കുടുംബത്തിന് കൊടുക്കില്ല. ഏകദേശം 45 വർഷങ്ങൾക്ക് മുൻപ് KS നാരായണൻ നമ്പൂതിരി MLA നിർമ്മിച്ചു നൽകിയ വീട്ടിലായിരുന്നു ഇവർ കഴിഞ്ഞിരുന്നത്. കാലപ്പഴക്കത്താൽ വീട് വാസയോഗ്യമല്ലാതായി മാറിയിരുന്നു. നിരാലംബരും പട്ടികജാതി വിഭാഗക്കാരുമായ ഈ സഹോദരിമാർ വീട് ലഭിക്കാൻ ലൈഫ് ഉൾപ്പെടെയുള്ള പദ്ധതികളിൽ പലതവണ അപേക്ഷ സമർപ്പിച്ചെങ്കിലും ഇവരെ പരിഗണിക്കാൻ കാലാകാലങ്ങളിൽ മാറിവന്ന CPM വാർഡംഗങ്ങളും പഞ്ചായത്ത് ഭരണസമിതിയും തയ്യാറായില്ലെന്നും ആനുകൂല്യം ലഭിക്കാൻ ഏറ്റവും അർഹതയുള്ളവരായിരുന്നിട്ടും കോൺഗ്രസ് അനുഭാവികളായിരുന്നു എന്നതിനാലാണ് ഇവരെ മനഃപൂർവ്വം ഒഴിവാക്കിയതെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്ന 3ാമത്തെ ഭവനമാണിത്. ചടങ്ങിന് ശേഷം നെല്ലുവായ് സെന്ററിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സ്വീകരണം നൽകും. എരുമപ്പെട്ടിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ
യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായി, കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PS സുനീഷ്, നേതാക്കളായ MM നിഷാദ്, CK നാരായണൻ, AU മനാഫ് എന്നിവർ പങ്കെടുത്തു. TCV ന്യൂസ്, എരുമപ്പെട്ടി. ക്ഷേത്രാങ്കണം വൃന്ദാവനമാക്കിയ രാധാകൃഷ്ണന്മാരുടെ മരംചുറ്റിക്കളി കൗതുക കാഴ്ചയായി. വെളുത്തൂർ നമ്പോർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തിന് മുന്നോടിയായി നടന്ന ഘോഷയാത്രയിലെ രാധാകൃഷ്ണന്മാരാണ് ക്ഷേത്രാങ്കണം വൃന്ദാവനമാക്കിയത്. എറവ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് വിഗ്രഹവുമായി നമ്പോർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ നൈമിഷ്യാരണ്യത്തിലേക്ക് നടത്തിയ ഘോഷയാത്രയിൽ രാധാകൃഷ്ണ വേഷമണിഞ്ഞ് പങ്കെടുത്തതാണ് കുട്ടികൾ. ക്ഷേത്രാങ്കണത്തിലെ യജ്ഞശാലയ്ക്ക് മുൻപിൽ 2 മണിക്കൂർ നീണ്ട ഘോഷയാത്ര സമാപിച്ചപ്പോൾ ക്ഷേത്രമുറ്റത്തെ ആൽമരത്തിന് ചുറ്റും രാധാകൃഷ്ണന്മാർ ആർത്തുല്ലസിച്ച് ഓടിക്കളിച്ചതാണ് കൗതുക കാഴ്ചയായത്. അരിമ്പൂർ സ്വദേശികളായ UKG വിദ്യാർത്ഥി പാർവതി രാധയായും 2ാം ക്ലാസ് വിദ്യാർത്ഥി ദേവാൻഷി കൃഷ്ണനുമായാണ് കാണികളുടെ മനം കവർന്നത്. അരിമ്പൂരിലെ മാധ്യമപ്രവർത്തകനായ മണികണ്ഠൻ കുറുപ്പത്താണ് കൗതുകം പകരുന്ന ഈ ദൃശ്യം ക്യാമറയിൽ പകർത്തിയത്. കെ കരുണാകരന്റെ ചരമവാർഷികത്തിന്റെ ഭാഗമായി മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം മുൻ MLA TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NS വിജയൻ അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജിനീഷ്, VA അബ്ദുൽ കരീം, ജോഷി കഞ്ഞുത്ര, സോയ് കോലഞ്ചേരി, ഹക്കീം ഇക്ബാൽ എന്നിവർ സംസാരിച്ചു. പൂവുന്നം ശങ്കരംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പുതിയ കല്യാണ മണ്ഡപത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നടന്നു. PNC മേനോന്റെ സഹധർമ്മിണി ശോഭ മേനോൻ, മകൻ രവി മേനോൻ, മകൾ ബിന്ദു എന്നിവർ ചേർന്ന് തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. ദേവസ്വം പ്രസിഡന്റ് പ്രശാന്ത് മറുവഞ്ചേരി, സെക്രട്ടറി രതീഷ് മേനോൻ എന്നിവർ സന്നിഹിതരായിരുന്നു. മുണ്ടൂർ പരിശുദ്ധ കർമ്മലമാതാവിൻ ദേവാലയത്തിൽ മെഗാ മാർഗംകളി അരങ്ങേറി. മാർഗംകളി പോലീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അപർണ ലവകുമാർ ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ബാബു അപ്പാടൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ അതിരൂപത കുടുംബ കൂട്ടായ്മ ഡയറക്ടർ ഫാദർ ഡെന്നി താണിക്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ, പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CV കുര്യാക്കോസ്, തൃശൂർ അതിരൂപത മാതൃവേദി പ്രസിഡന്റ് LC വിൻസെന്റ്, ഇടവക ട്രസ്റ്റി CA പോൾ, ജനറൽ കൺവീനർ ബസാനിയോ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളർക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിൽ ബോൺനത്താലെ സംഘടിപ്പിച്ചു. വികാരി ഫാദർ നവീൻ മുരിങ്ങാത്തിരി ഉദ്ഘാടനം ചെയ്തു. കൺവീനർ ലിജോ ജോസഫ്, കൈക്കാരന്മാരായ MJ ജെമി, NC സേവി, ലൈജു പുലിക്കോട്ടിൽ, PP ജോസ് എന്നിവർ നേതൃത്വം നൽകി. ചാലക്കുടി പുഴയിലെ കൊച്ചുകടവിൽ നിന്ന് ഐരൂരിലേക്കുള്ള പാലം നിർമ്മാണത്തിന് പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. തൃശൂർ, എറണാകുളം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ സാധ്യതാ പഠനങ്ങൾ പൂർത്തിയാക്കി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. മണ്ണ് പരിശോധന നടപടികൾ ഉടൻ പൂർത്തിയാക്കും. 170 മീറ്റർ നീളത്തിൽ 8.5 മീറ്റർ വീതിയിലാണ് പാലം നിർമ്മിക്കുക. PMGSY പദ്ധതിയുടെ ഭാഗമായാണ് പാലം നിർമ്മാണത്തിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. പൊതുമരാമത്ത് വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് പ്രാഥമിക പരിശോധനകൾ നടത്തി. പാലം നിർമ്മിച്ചാൽ കുഴൂരിൽ നിന്ന് ആലുവയിലേക്കുള്ള ദൂരം 6 കിലോമീറ്റർ കുറയുമെന്ന പ്രത്യേകതയുണ്ട്. പാലം കടന്നെത്തുന്ന എറണാകുളം ജില്ലയിലെ ഐരൂരിൽ നിന്ന് അടുവാശ്ശേരി വഴി ആലുവ പറവൂർ കവലയിലേക്ക് എത്തിച്ചേരാം. കുണ്ടൂർ കുത്തിയത്തോട് പാലത്തിന് വർഷങ്ങൾക്ക് മുൻപ് സംസ്ഥാന സർക്കാർ ബജറ്റിൽ ഫണ്ട് അനുവദിച്ചിട്ടും സ്ഥലം നിശ്ചയിക്കാൻ പോലും കഴിഞ്ഞില്ല. കുളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ ഇടപെട്ട് ബെന്നി ബെഹനാൻ MP-യുമായി ചർച്ച നടത്തിയതിനെ തുടർന്നാണ് സാധ്യതാ പഠനം നടത്തി പദ്ധതി അംഗീകാരത്തിനായി സമർപ്പിച്ചിട്ടുള്ളത്. കാട്ടൂരിലെ മുനയം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ പണി ഉടൻ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് കാട്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ധർണ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് 24 കോടി രൂപയുടെ ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും ലഭിക്കുകയും ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്ത മുനയം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ലെന്ന് തോമസ് ഉണ്ണിയാടൻ പറഞ്ഞു. കേരള കോൺഗ്രസ് കാട്ടൂർ മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് പാലിയത്താഴത്ത് അധ്യക്ഷത വഹിച്ചു. മിനി മോഹൻദാസ്, സിജോയ് തോമസ്, റോക്കി ആളുകാരൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ.
തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7,090 രൂപ, പവന് 56,720 രൂപ. വെള്ളി ഗ്രാമിന് 95 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,192 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. ഇരിങ്ങാലക്കുടയിൽ പെട്രോൾ പമ്പ് ജീവനക്കാരന്റെ ആക്രമണത്തിൽ മധ്യവയസ്കന് തലയ്ക്ക് പരിക്കേറ്റു. വാഹനങ്ങളുടെ മുൻപിലേക്ക് വാഹനം കയറ്റിയിട്ടത് പ്രകോപിതനായാണ് ആക്രമണം. ജില്ലയിൽ വന്യമൃഗാക്രമണങ്ങൾ പതിവാകുന്നു. പാലപ്പള്ളിയിൽ പുലിയിറങ്ങി പശുവിനെ ആക്രമിച്ചു. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷന് സമീപം വീണ്ടും കാട്ടാനയെത്തി. ജില്ലയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 3 മരണം. വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ സ്വകാര്യ ബസ് ഇടിച്ച് കാൽനട യാത്രികനായ വയോധികൻ മരിച്ചു. ശ്രീനാരായണപുരം അഞ്ചങ്ങാടിയിൽ ടിപ്പർ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് +2 വിദ്യാർത്ഥിയും, നെല്ലുവായിൽ ഓട്ടോറിക്ഷ ഇടിച്ച് വഴിയാത്രക്കാരനും മരിച്ചു. വലിയ കൺട്രോൾ പ്ലാസയിലെ ശുചിമുറി മാലിന്യം പാടത്തേക്ക് ഒഴുക്കുന്നു. കണ്ണടച്ച് അധികൃതർ. ചാവക്കാട് വടക്കാഞ്ചേരി റോഡിന്റെ ചാട്ടുകുളം മുതൽ ചാവക്കാട് വരെയുള്ള റോഡ് വീതി കൂട്ടാൻ തീരുമാനം. മമ്മിയൂരിലെ ഫ്ലൈ ഓവർ നിർമ്മാണം വേഗത്തിലാക്കുവാനും MLAയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ തീരുമാനം. ഭരണത്തിന്റെ ഗുണഫലങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കൊടുങ്ങല്ലൂരിൽ നടന്ന അദാലത്തിൽ 10 പട്ടയങ്ങൾ കൈമാറി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.